സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ജിജോ പുൽപ്ര എന്ന മാത്തൻ പങ്കുവച്ച കുറിപ്പാണ്. കഴിഞ്ഞ ദിവസം തുമ്പവൺ മെത്രാസനത്തിലെ ചില വൈദികർ ഒരു മർത്തോമ വിശ്വാസിയുടെ ഭൗതിക ശരീരം കാണുവാൻ പോയപ്പോൾ മർത്തോമ സഭയിലെ വൈദികിൽ നിന്നുണ്ടായ അനുഭവം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയെക്കുറിച്ച് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്ന് മാത്രം. സത്യത്തിൽ നിങ്ങളെ പുറത്താക്കി കഥ അടക്കുകയായിരുന്നു മർത്തോമ സഭയിലെ വൈദികൻ ചെയ്യേണ്ടിയിരുന്നത്. അവർ മാന്യരായതുകൊണ്ട് അത് ചെയ്തില്ല. എനിക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മത്തങ്ങത്തൊപ്പിക്കാരോടും തൊപ്പിത്തൊഴിലോടും ചിലത് ചോദിക്കാനുണ്ട്. ഒന്ന്, മെത്രാന്മാരും വൈദികരും പരിശുദ്ധ സഭയുടെ കാനൂനുകൾ അനുസരിച്ചാണോ ജീവിക്കുന്നത്? രണ്ട്, സഭയുടെ കാനൂനുകൾ ഇടവക ജനത്തിന് മാത്രമേ ബാധകമുള്ളൂ? മെത്രാനും വൈദികനും ഈ നിയമങ്ങൾക്ക് അതീതരല്ലേ? നിങ്ങൾ പാലിക്കാത്ത കാനൂനുകൾ സഭാ മക്കളെ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത? മൂന്ന്, 2024 മാർച്ച് 6-ാം തീയതി ഇറങ്ങിയ കാത്തോലിക്ക ബാവയുടെ കൽപ്പന ഫെബ്രുവരി 1977 പരിശുദ്ധ സഭ സുനഹദോസിലെ പ്രധാന തീരുമാനങ്ങളായ മെത്രാൻ സമിതിയും വൈദിക സമിതിയും പാലിക്കാൻ വിമുഖത കാണിക്കുന്നത് എന്തിന്? മലങ്കര സഭയുടെ അംശം പറ്റി ജീവിക്കുന്നവരാണെങ്കിലേ കൂറും വിധേയത്വവും ഉണ്ടാകും. അല്ലാതെ സായിപ്പിനെ കാണുമ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ സായിപ്പാകില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കൽ നന്ന്. 5, മലങ്കര സഭയുടെ കോട്ടയായ തുമ്പമൺ മെത്രാസനത്തിലെ മിക്ക ദേവാലയങ്ങളിലും പരിശുദ്ധ സഭാ അംഗമല്ലാത്ത വൈദികരെയും എന്തിനേറെ ഇതര സമുദായ അംഗങ്ങളെയും ഇടവക മെത്രാസന ചടങ്ങുകളിൽ പ്രാസംഗികരെ പങ്കെടുപ്പിക്കുന്നു. മലങ്കര സഭയിൽ കഴിവും അറിവും പാണ്ഡിത്യവും ഉള്ളവർ ഇല്ലേ മെത്രാച്ച? അതോ മെത്രാച്ചനും ഇടവക കമ്മിറ്റിക്കും അവർ നിഷേധിതരാണോ? വ്യക്തമാക്കണം. അടുത്തത് 6, മിക്ക മെത്രാസനങ്ങളിലെയും വൈദികർ മെത്രാന്മാർ അഴിച്ചുവിട്ട അമ്പലക്കാളകൾക്ക് സമാനമാണ്. അതാണ് മലങ്കര ഓർത്തഡോക്സ് സഭ സമൂഹ മധ്യത്തിൽ ഇങ്ങനെ അവഹേളിക്കപ്പെടുന്നത്. ഇതിൽ മത്തങ്ങ തൊപ്പിത്തൊഴിലാളികളുടെ സേവനം വാക്കുകൾക്ക് അതീതമാണ്. അതിന് കാരണം സഭാ മക്കൾക്ക് ഇവരോടുള്ള അമിത ഭക്തിയാണെന്ന് പറഞ്ഞതിൽ തെറ്റുണ്ടോ? ദൈവത്തെക്കാൾ എന്തിനെ അധികം സ്നേഹിച്ചാലും അതെല്ലാം വെറും വിഗ്രഹങ്ങൾ എന്നതിന് തർക്കമില്ലെന്ന് അതുകൂടി ഓർക്കുന്നത് നന്നായിരിക്കും. ഇടവകളിലെ ചില ഫിഷ്മോളി അമ്മാമ്മ അച്ചായന്മാരെയും ഇത്തരണത്തിൽ ഓർക്കാതെ തരമില്ല. നിങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ സന്നിധി സംഘത്തെ ഇത്രയും അധമമാക്കിയത് എന്ന് എടുത്തു പറയേണ്ട സംഗതിയാണ്. മിക്ക ഇടവകളിലും ഇങ്ങനെയുള്ള അഭിനവ അമ്മമ്മ അച്ചച്ചന്മാർ ഉണ്ടെന്നതിൽ തർക്കമുണ്ടോ? അടുത്തത് 7, മെത്രാന്മാരും വൈദികരും വെറും കൂലിക്കാരാകുമ്പോഴാണ് പരിശുദ്ധ സഭയ്ക്ക് അപജയം സംഭവിക്കുന്നത്. അവർക്ക് കൂലിയിൽ മാത്രമാണ് കണ്ണ്, അല്ലാതെ ചെയ്യുന്ന ജോലിയോടല്ല. എല്ലാവരുമില്ല, കൈമുത്ത് കാൽമുത്ത് എല്ലാം ഇതിൽ ബാധകം. ചോദിച്ചു വാങ്ങുന്നവർ ഒപ്പം കുറഞ്ഞുപോയ കൈമുത്ത് ചോദിച്ചു വാങ്ങുന്ന വൈദികർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാനാകുമോ? അവർക്ക് എന്ത് ധാർമ്മികതയുണ്ട് ചെയ്യുന്ന ജോലിയോട്? ഇടവകകൾ ഭരിക്കപ്പെടേണ്ടത് ഒരു കൂട്ടം അധമന്മാരെ കൊണ്ടല്ല, കൂറുള്ള വിശ്വാസ സമൂഹമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. എതിർക്കപ്പെടേണ്ടത് എതിർക്കണം, അല്ലാതെ ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ ഇടവകകളിൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഇടവകയിൽ പോലും ഒരുമയില്ലാതാകുന്നത്. ഇതൊക്കെ എഴുതി വിടുമ്പോൾ മിക്കവാറും പേർക്ക് വിരോധമുണ്ടാക്കാം, അത് സ്വാഭാവികം. അടൂരെ മെത്രാനും തുമ്പമണിലെ മെത്രാനും കോട്ടയത്തെ മെത്രാനും നിലയ്ക്കലെ മെത്രാനും എല്ലാം നിയമങ്ങൾക്ക് അധീനരായിരിക്കണം. അല്ലാതെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ബദാമും ഈത്തപ്പഴവും പൂവൻപഴവും ഒപ്പം മുന്തിയ കൈമുത്തും കൊടുത്താൽ മാത്രം പോരാ, സഭയുടെ ചട്ടക്കൂട്ടിൽ ജീവിക്കുന്നവരാകണം. നീട്ടിയ പ്രസംഗങ്ങൾ പ്രവൃത്തിയിൽ കാണിക്കാതെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് നിങ്ങൾക്ക് ഫാൻസുകൾ ഉണ്ടാക്കാം. എന്നാൽ പുറത്തുപോയ ഒരു വിശ്വാസിയെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുമോ? നടക്കില്ല. ലേലം സിനിമയിലെ അന്യൻ വീർക്കുന്ന ആ ഡയലോഗ് കൂടി ഒന്ന് സ്മരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണണം എന്ന് മാത്തൻ. ഇതാണ് തുടക്കത്തിലെ പറഞ്ഞ മാത്തൻ പങ്കുവച്ച കുറിപ്പ്. ഇത് ഓർത്തഡോക്സ് സഭയിലെ ജീർണത തുറന്നു കാട്ടുന്നൊരു കുറിപ്പാണ്. ഇതിന് മറുപടി പറയാൻ ഏതെങ്കിലും മെത്രാനോ സ്ഥാനികൾക്കോ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും വേഗം ഇതിന് മറുപടി കൊടുക്കണം. അല്ലാതെ മാത്തനെ സമൂഹ മാധ്യമങ്ങളിൽ പൊങ്കാലിട്ടിട്ട് ഒരു കാര്യവുമില്ല.